എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ എൻ മോഹനൻ്റെ ഒരു ചെറുകഥ കേൾക്കാം. കഥ അർത്ഥാന്തരങ്ങൾ. കഥയിലേക്ക് കടക്കാം. വെറുതെ വിട്ടിരിക്കുന്നു എന്ന കോടതി വിധിയുടെ മുന്നിലും അർത്ഥം മനസ്സിലാകാതെ അവൾ പകച്ചു നിന്നു. ജീവിതത്തിൽ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടുള്ള മറ്റു പല സന്ദർഭങ്ങളിലുമെന്നതുപോലെ. കൊലപാതകം താൻ ചെയ്തതാണെന്ന് സ്വയം കോടതിയിൽ പറഞ്ഞിരുന്നതാണല്ലോ. വക്കീലന്മാരുടെയും ജഡ്ജിമാരുടെയും ഒക്കെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും അത് ആവർത്തിച്ചതുമാണല്ലോ. കീഴ്ക്കോടതികളിൽ, മേൽക്കോടതികളിൽ എല്ലാം. ബോധമില്ലാതെ കിടന്നുറങ്ങിയിരുന്ന ഭർത്താവിനെ ചിരവ കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിനു മുമ്പ് അയാൾ പതിവ് പോലെ കുടിച്ചു കൂത്താടി ലക്കില്ലാതെ വന്ന് പതിവ് പോലെ തന്നെ അവളെ അടിച്ചു വീഴ്ത്തി ചവിട്ടി പരവശയാക്കി. തൊട്ടടുത്ത് തുണിത്തൊട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന അവരുടെ പിഞ്ചുകുട്ടി ശബ്ദവും ലഹളയും കേട്ടിട്ടാവും ഞടുങ്ങിത്തെറിച്ചുണർന്ന് കൈകാലടിച്ച് ഉറക്കെ വാവിട്ട് കരഞ്ഞു. പരവശയായിരുന്നെങ്കിലും പരിഭ്രാന്തിയോടെ കുട്ടിയെ വാരിയെടുത്ത് പുണർന്ന് സാന്ത്വനിപ്പിക്കുവാൻ ആഗ്രഹിച്ചു നീങ്ങവേ അയാൾ വീണ്ടും അവളെ തൊഴിച്ചു. ഒന്നു പകച്ചു. തുടർന്ന് കറങ്ങി ഉലഞ്ഞു വീണു. പിന്നെ എന്താണുണ്ടായതെന്ന് ഓർമ്മയില്ല. ബോധം കെട്ടിരുന്നു. ഉണർന്നപ്പോൾ സന്ധ്യയുടെ അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പതുക്കെ പരിസരബോധമുണ്ടായപ്പോൾ മനസ്സിലായി താൻ വെറും തറയിൽ കിടക്കുകയാണ്. ദേഹമാസകലം നൊമ്പരം. ഒന്നും വയ്യ. അനങ്ങിയാൽ വേദന. പൊടുന്നനെ കുട്ടിയെപ്പറ്റി ഓർമ്മ വന്നു. അങ്കലാപ്പോടെ കൊടും വേദനയിൽ പിടഞ്ഞെഴുന്നേറ്റ് തൊട്ടിലിൽ നോക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ടു, തൊട്ടിൽ ചുവട്ടിലെ ചാണകത്തറയിൽ കുട്ടി കിടക്കുന്നു, ചലനമില്ലാതെ. തലയുടെ ഒരു വശം പൊട്ടിയൊലിച്ച ചോര കട്ട പിടിച്ച് നൊന്ത് കരഞ്ഞ് ബോധമറ്റു കിടക്കുകയാവണം. അവൾ കുട്ടിയെ വാരിക്കോരിയെടുത്ത് ഉമ്മ വെച്ചും ഉഴിഞ്ഞും ഊയലാട്ടിയുമൊക്കെ നോക്കിയിട്ടും അതിനനക്കമുണ്ടായില്ല. മരിച്ചിട്ടുണ്ടാവും എന്ന ക്രൂരസത്യം മനസ്സിൽ വന്നു തറച്ചത് പതുക്കെയാണ്. ആ ഭീതിയിൽ വിറച്ച് കുട്ടിയുടെ ചലനമറ്റ ശരീരം നോക്കി സ്തബ്ധയായി നിൽക്കുമ്പോഴാണ് യാദൃച്ഛികമായി കണ്ടത്, അടുത്ത മുറിയിലെ കട്ടിലിൽ അയാൾ കിടക്കുന്നു. മലർന്നടിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. അവൾ ഓടി അടുക്കലെത്തി അയാളെ കുലുക്കി വിളിച്ചു, അലറി വിളിച്ചു. എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്തെന്ന് പറ. എനിക്കതിനെ തിരിച്ചുതാ. ഭർത്താവ് കേട്ടില്ല, മിണ്ടിയില്ല. ബോധശൂന്യമായ ഉറക്കത്തിലായിരുന്നുവല്ലോ. തല്ലിയലച്ച് വിളിച്ചിട്ടും അയാൾ അനങ്ങിയില്ല. മദ്യത്തിൻ്റെ മതോന്മത്തതയിൽ കിറുങ്ങിക്കിടന്നു. വീണ്ടും വീണ്ടും വിളിച്ചിട്ടും വിളിച്ചലമുറയിട്ടിട്ടും അനങ്ങിയതേയില്ല. കുട്ടിയുടെ നിശ്ചലദേഹം അവളെ വല്ലാതെ ഭീതിപ്പെടുത്തി തുടങ്ങിയിരുന്നു. മരണത്തിൻ്റെ കരിനിഴൽ കാട്ടി വിറളി പിടിച്ചിരുന്നു. ക്രമേണ അവൾക്കത് ഉറപ്പായി. കുട്ടി മരിച്ചിരിക്കുന്നു. ആ കറുത്ത സത്യം ഒരു കാളസർപ്പത്തെ പോലെ അവളെ കൊത്തി. എവിടെ നിന്നറിയാത്ത തീരുമാനം സ്വയം വന്നെത്തുകയായിരുന്നു. എൻ്റെ കുഞ്ഞ് പൊയ്പോയിരിക്കുന്നു. അതിനെ കൊന്നവൻ ഇതാ ഇവിടെ മലർന്നു കിടന്നുറങ്ങുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. മുന്നിൽ ആദ്യം കണ്ട ആ സാധനം, കയ്യിൽ കിട്ടിയ ആ തടിച്ചിരവ വലിച്ചെടുത്ത് കട്ടിലിൽ കിടന്നുറങ്ങിയിരുന്ന ആ പിശാചിൻ്റെ തലയ്ക്ക് തന്നെ നോക്കി വീക്കി. ഒത്ത നടുക്ക് തന്നെ കൊണ്ടിരിക്കണം. ഉച്ചിയിൽ നിന്ന് ചോര ചീറ്റുന്നത് കണ്ടു. അതിഭീകരവും ഞടുക്കി തെറിപ്പിക്കുന്നതുമായ ഒരലർച്ചയുണ്ടായി. പൊട്ടിത്തകർന്ന ശിരസോടെ ആ ശരീരം ഉരുണ്ട് താഴെ വീണു. അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. അലർച്ച കേട്ട് ഞെട്ടിവിറച്ചിട്ടാവും കുട്ടിയുടെ കരച്ചിൽ അകത്തെ മുറിയിൽ നിന്നുയർന്നു. ഒരു ഈർച്ചവാളിൻ്റെ മൂർച്ചയോടെ അന്തരീക്ഷം കീറി മുറിച്ചത് പൊന്തി, ഉയർന്നുയരെ പൊന്തി. അവൾ ഓടിച്ചെന്നതിനെ എടുത്ത് ഉമ്മ വെച്ച് ഓമനിച്ചു. പിന്നെ ചേർത്തു വെച്ച് കിടത്തി മാറോറടക്കി പിടിച്ചു അമ്മിഞ്ഞപ്പാൽ നൽകി. പാൽ കുടിക്കവേ ആ പരസ്പര ലഹരിയിൽ മാതൃത്വത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ആർദ്ര ശൈശവ ഭാവവാസനകളുടെയും ലഹരിയിൽ ലയിച്ചു മയങ്ങി. രണ്ടാളും മയങ്ങി. ആ ഉറക്കത്തിൻ്റെ നടുവിൽ വന്ന പോലീസുകാരാണ് ഉണർത്തിയത്. അവരോടെല്ലാം പറഞ്ഞതാണല്ലോ, തുറന്നു പറഞ്ഞതാണല്ലോ. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവനെ ഞാൻ കൊന്നു. അന്തസ്സായി അടിച്ചു കൊന്നു. എവിടെയും സമ്മതിക്കാം. പിന്നെന്തിനീ നീണ്ടുവളഞ്ഞ വിസ്താരം? മൊഴി, സാക്ഷി, വിശദീകരണം, മറുപടി. എന്തായാലും ഇതാ ഒടുവിൽ, ഒരു നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ, ഒരു ഹീന മനുഷ്യജന്മത്തിൻ്റെ ജീർണ യൗവന മധ്യത്തിൽ ലോക്കപ്പുകൾ, കോടതികൾ, ഹൈക്കോടതികൾ, എണ്ണിയാൽ തീരാത്ത ചടങ്ങുകൾ. അവയ്ക്കെല്ലാം ഒടുവിൽ പറയുന്നു, നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു.
കുട്ടിയെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ പറ്റിപ്പോയതാണല്ലോ. പകച്ചു കേട്ടിരിക്കുകയല്ലാതെ എന്തു ചെയ്യണം? ഭർത്താവിൻ്റെ അച്ഛൻ തന്നെയാണ് വന്ന് തനിക്ക് അനുകൂലമായ മൊഴി കൊടുത്തിരിക്കുന്നത്. മകനുമായുള്ള തൻ്റെ വിവാഹത്തിന് തന്നെ എതിരായിരുന്നു അച്ഛൻ. ആ വൈരാഗ്യത്തിൽ ഒരിക്കൽ പോലും പേരക്കുട്ടിയെ കാണാനായി പോലും വീട്ടിൽ വന്നിട്ടില്ലാത്ത അച്ഛൻ. ആ അച്ഛൻ്റെ മൊഴിയിൽ തനിക്ക് മോചനം. എന്നാലും ഇനി എവിടെ പോകും? എങ്ങനെ പോകും? എന്തിനായി പോകും? അങ്ങനെ പകച്ചിരിക്കുമ്പോഴാണ് ആ അച്ഛൻ, വധിക്കപ്പെട്ടവൻ്റെ അച്ഛൻ, അടുക്കലെത്തുന്നത്. അയാൾ പറഞ്ഞു, മോളെ വരൂ. അർത്ഥം മനസ്സിലാക്കാനാവാതെ അവൾ അമ്പരന്ന് നിന്നതേയുള്ളൂ. അയാൾ വീണ്ടും പറഞ്ഞു, നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. വരൂ. അപ്പോഴും അവൾ അനങ്ങിയില്ല. വീട്ടിലേക്കോ? അവളുടെ മുഖത്തെ ശൂന്യത കണ്ട് വൃദ്ധൻ പിന്നെയും പറഞ്ഞു, വിഷമിക്കണ്ട. നിന്നെ എന്നും കൊല്ലാക്കൊല ചെയ്തിരുന്നവനല്ലേ. നിന്നെയും കുട്ടിയെയും ശരിക്കും കൊല്ലുന്നതിന് മുമ്പ് നീ അവനെ കൊന്നുപോയി എന്നല്ലേ ഉള്ളൂ. സാരമില്ല. ഞാൻ അവൻ്റെ അച്ഛനാണ്. എന്നും എനിക്ക് അവനെ അറിയാം. അച്ഛനായി പോയിട്ടും അറിയാം. ശരിക്കും അറിയാം. ഇപ്പോഴും ഒരർത്ഥവും പിടികിട്ടാതെ അവൾ പകച്ചു. പിന്നെയും മടിച്ചറച്ച് നിൽക്കുന്നത് കണ്ട് ആ അച്ഛൻ വീണ്ടും പറഞ്ഞു, നമുക്ക് നമ്മുടെ ആ പിഞ്ചു കുട്ടിയെ വളർത്തണ്ടേ? അതെന്ത് പിഴച്ചു? അച്ഛനും അമ്മയും ഇല്ലാതെ വളരുവാൻ. അതെങ്കിലും തന്തേ പോലെ തലതിരിഞ്ഞു വളരാതിരിക്കണ്ടേ? പറയൂ. അതിനതിൻ്റെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും കിട്ടി വളരണ്ടേ? മനസ്സ് നിറഞ്ഞു വളരണ്ടേ? ഇപ്പോൾ പൊടുന്നനെ അവളുടെ മുഖം മാറി. എന്തോ ഏതോ ഒരർത്ഥത്തിൻ്റെ പൊരുൾ മനസ്സിൽ തടം വെച്ചു വളർന്നു. മുഖത്തെ വിളർച്ചയിൽ ഉത്കണ്ഠയും സ്നേഹവും വേദനയും വൈയായികയും എല്ലാം നിറം കലർത്തി. കുട്ടിയുടെ ഓർമ്മ അവളെ വല്ലാതെ തളർത്തി. അവൾ വെറും ഒരമ്മ മാത്രമായി മാറി. അലമുറ പോലെ ചോദിച്ചു, ഉവ്വോ, അവൻ എന്നെയോർത്ത് വാശി പിടിക്കുന്നുവോ? കാണാൻ കൊതിച്ച് കരയുന്നുവോ? മറുപടിക്ക് കാക്കാതെ ചാടി എഴുന്നേറ്റ് വീണ്ടും പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. എനിക്ക് അവനെ കാണണം. എനിക്ക് അവനെ വേണം. എനിക്ക് എൻ്റെ മോനെ വേണം. തുടർന്ന് മുന്നിൽ നിറകണ്ണുകളോടെ നിന്ന വൃദ്ധൻ്റെ കാൽക്കൽ കുമ്പിട്ട് വീണ് കഞ്ചി, അച്ഛാ, ഈ പാപിയെ ഒന്ന് കൊണ്ടുപോകൂ. എൻ്റെ പൊന്നുമോനെ ഒന്ന് കാട്ടിത്തരൂ. അവളെ ചുമലിൽ പിടിച്ചുയർത്തി ചേർത്ത് പിടിച്ച് ശിരസിൽ ചുംബിച്ച് വൃദ്ധൻ ആശ്വസിപ്പിച്ചു. നീ പാപിയല്ല മോളെ, ഭാഗ്യഹീന. വെറുമൊരു ഭാഗ്യഹീന. വിധിയുടെ കെടുതിയിൽപ്പെട്ട് ഗതികെട്ട ഒരു പാവം പെണ്ണ്. സാരമില്ല, എല്ലാം മറക്കൂ. നിനക്കച്ഛനായി സ്വീകരിക്കുവാൻ തോന്നിയ മറ്റൊരു ഭാഗ്യഹീനനായ ഈ വൃദ്ധൻ്റെ ഒപ്പം പോന്നോളൂ. നടന്നു തുടങ്ങിയ ആ വൃദ്ധൻ്റെ പിന്നാലെ ഒരു പാവയെപ്പോലെ അവൾ നടന്നു. വിളിച്ചുകൊണ്ടു പോകുവാൻ വന്ന ആ വൃദ്ധൻ്റെ സ്വന്തം മകനെ കൊന്ന, ചെന്നെടുത്ത് പുണർന്നു വളർത്തുവാൻ വെമ്പുന്ന ശിശുവിൻ്റെ സ്വന്തം അച്ഛനെ കൊന്ന അവൾ ആ പുതിയ അച്ഛൻ്റെ പിന്നാലെ നടന്നു. എനിക്ക് എൻ്റെ മോൻ, എൻ്റെ മോൻ, എൻ്റെ മോനെ വേണം. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.